കുളം ഏലൂർ ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. നിലവിളക്കുകളും ചെമ്പുകുടങ്ങളും ഉൾപ്പെടെ മോഷ്ടിച്ചു. 5 ദിവസത്തിനിടെ 3-ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. അബ്ദുൽ നാസിർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നാസിർ, ഈ 5 ദിവസത്തിനിടെ പലതവണ മോഷണം നടക്കുമ്പോൾ അവിടെ CCTVയോ മറ്റോ സുരക്ഷയോ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റികളോ ഏർപ്പെടുത്തിയിരുന്നില്ലേ? വിനിഷ, തീർച്ചയായും അവിടെ CCTVകളെല്ലാം ഉണ്ടായിരുന്നു. ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ്, ഏലൂരുള്ള ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. അതായത് 15-ാം തീയതിയും 16-ാം തീയതിയും എല്ലാം പകലിൽ ഇത്തരത്തിൽ മോഷണങ്ങൾ നടന്നിരുന്നു. 25,000 രൂപയോളം വില വരുന്ന നിലവിളക്കുകളെല്ലാം തന്നെ അന്ന് മോഷണം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റി പോലീസിലെത്തി പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് സംഘം നേരിട്ട് ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര പരിസരമെല്ലാം നിരീക്ഷിച്ച് അവിടെ നിന്നും ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ച് ഇവിടെ നിന്നും പരിശോധനകളെല്ലാം നടത്തിപ്പോയതാണ്. തുടർന്ന് ഇന്നലെ വൈകുന്നേരം തന്നെയാണ് വീണ്ടും ഒരു മോഷണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ചെമ്പുപാളികളും ചെമ്പിന്റെ പാത്രങ്ങളും കുടങ്ങളും എല്ലാമാണ് മോഷണം പോയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, ക്ഷേത്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ക്ഷേത്ര ഭാരവാഹികൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. തുടർച്ചയായി 5 ദിവസത്തിനിടെ 3 മോഷണങ്ങൾ നടക്കുന്നു. ഇതിൽ തന്നെ വിലപിടിപ്പുള്ള പലതും മോഷണം പോകുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ക്ഷേത്രത്തിന്റെ പരിസരത്ത് മുഴുവനും CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൽ ആക്സസ് ചെയ്യുന്നതിൽ പരിമിതിയുണ്ടെന്നും ഇതിൽ ചില സാങ്കേതിക പിഴവുകളുണ്ടെന്നും എല്ലാം തന്നെ അവർ അറിയിക്കുന്നുമുണ്ട്. എന്തായാലും ഇത് വലിയൊരു ആശങ്കയായി തന്നെ ഇവർക്ക് മുന്നിലുണ്ട്. എന്തായാലും പോലീസ് ഇതിലൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് കേസെടുത്ത് ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വിനിഷ, ശരി. അബ്ദുൽ നാസറാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.